അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ വലിയ പെരുന്നാളൊക്കെയാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്ക്. വലിയ പെരുന്നാൾ ആശംസകൾ. ഒരുപാട് പ്രവാസികൾ നമ്മൾ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. പിന്നെ ഒരുപാട് സ്റ്റോക്കുകളുണ്ടായിരുന്നു പെരുന്നാളായിട്ടൊക്കെ. അൽഹംദുലില്ലാഹ് ഒക്കെ കൊടുത്തു പോയി. ഇനി കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെ സ്ഥാപനം ഓപ്പൺ ആവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ സ്റ്റോക്കുകളൊക്കെ കയറും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ എൻ്റെ കയ്യിൽ നിന്നല്ലാതെ തന്നെ പല ആളുകളെ കയ്യിൽ നിന്നായിട്ടും പല ഡീലർമാരുടെ കയ്യിൽ നിന്നായിട്ടും പല ബ്ലോക്കർമാരുടെ കയ്യിൽ നിന്നായിട്ടും പല സ്ഥലങ്ങളിൽ നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒരുപാട് പാവപ്പെട്ട പ്രവാസികളും ഒരുപാട് ആളുകൾ അധികം പ്രവാസികൾ 2 മാസത്തിനും 15 ദിവസത്തിനൊക്കെ ലീവിന് വന്നവരും അതുപോലെ തന്നെ നാട്ടിൽ ആ പെരുന്നാളിൻ്റെ അന്നൊരു 4 ദിവസം ലീവ് എടുത്ത് കുട്ടികളെ കൊണ്ട് ടൂർ പോയി വിചാരിച്ചാൽ കഴിഞ്ഞാൽ മീൻ പണിക്ക് പോകണമല്ലോ, തേപ്പിന് പോകണം, പടവിന് പോകണം, പല ജാതി പണിക്ക് പോകണമല്ലോ, അതേപോലെ പൈസ ഉള്ളവനും ഇല്ലാത്തവനൊക്കെ നമ്മൾ ഓടി വാങ്ങിയാലും ബെൻസ് വാങ്ങിയാലും മാരുതി വാങ്ങിയാലൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞു നിൽക്കുന്ന സംഭവം. എൻ്റെ അടുത്ത് നിന്ന് വാഹനം വാങ്ങുന്ന ആളുകളോട് ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്. എങ്കിൽ പോലും പ്രിയപ്പെട്ട നമ്മളെ അടുത്ത് നിന്ന് വാങ്ങാതെ തന്നെ വേറെ കുറേ ആളുകൾ നമ്മൾ ലക്ഷത്തിൽ പരം ലക്ഷത്തിൻ്റെ പുറത്തുള്ള സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാവരോടും കൂടിയാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞുകൊണ്ട് തന്നെ വിഷയം എന്താ വെച്ചാൽ നമ്മളൊരുപാട് വാഹനങ്ങളൊക്കെ പെരുന്നാളായിട്ട് വാങ്ങി വെച്ച സ്ഥിതിക്ക് നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഏർപ്പാടായിട്ട് പോകും. ഈ വാഹനങ്ങൾ പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ഞായറാഴ്ചയൊക്കെ എടുക്കുള്ളൂ. ഒരു RC ഒരു ഡീലർ എടുത്തുന്നോ ഒരു ബ്ലോക്കർ എടുത്തുന്നോ RC നമ്മളൊരു വാഹനം വാങ്ങി അതിൻ്റെ RC നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ മാക്സിമം പോയാൽ ഒരു മാസം, അല്ലെങ്കിൽ പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമ്പർ ആഡ് ചെയ്തിട്ട് അതിൽ നമ്പർ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടില്ല എന്നല്ലേ അതിനുള്ളൊരു ചെറിയ സമയമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പഴയ ഒരു ബ്ലാക്ക് ലിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു 10 ദിവസം, സാധാരണ സ്വാഭാവികമായിട്ടൊരു 15 പ്രവൃത്തി ദിവസം കൊണ്ട് തീരും. ചിലപ്പോൾ അതൊരു മാസമായേക്കാം. ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമുക്കിപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, RC വീട്ടിൽ എത്തുന്ന സിസ്റ്റം നിലവിലില്ല. എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയാൽ ആരുടെ അടുത്ത് വാങ്ങിയാൽ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഏത് നമ്പറാണോ ആധാർ കാർഡായിട്ട് അപ്പോൾ OTPക്ക് കൊടുത്തിരുന്നത് ആ നമ്പർ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവാകേന്ദ്രത്തിലോ ഏതെങ്കിലും അറിയാവുന്ന ഒരു കുട്ടികളുടെ അടുത്ത് ചെന്നാൽ ആ നമ്പർക്ക് ഒരു OTP വിട്ട് അതിൻ്റെ ചേസസ് നമ്പർ കൊണ്ടുപോയാൽ ആ സമയത്ത് ചില ആളുകൾ ചോദിക്കും പഴയ കോപ്പി ഞങ്ങളെ കയ്യിലില്ലല്ലോ. പഴയ കോപ്പി കയ്യിലില്ലെങ്കിൽ അതിൻ്റെ സ്വിഫ്റ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വലത്ത് ഭാഗത്ത് ആ ഒരു പോള വന്നിട്ട് അതിൻ്റെ ചേസസ് നമ്പർ ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ആധാർ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ആ ചേസസ് നമ്പറും നമ്മളെ OTP കൊടുത്ത നമ്പറും കൊണ്ട് നമ്മൾ അക്ഷയയിലോ മറ്റോ പോയാൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു 100 രൂപ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിൻറ്റ് കിട്ടും. അതോടുകൂടി നമ്മൾ RC പത് തന്നെയാണ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, കാർഡാക്കണേ കാർഡാക്കാം, കോപ്പി എടുത്ത് വെക്കണേ കോപ്പി എടുത്ത് വെക്കാം. ആ സാധനം നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് വീട്ടിലങ്ങനെ വെക്കും. പറഞ്ഞുകൊണ്ടുതന്നെ വിഷയം എന്താ വെച്ചാൽ ഈ സൂക്ഷിച്ച് വെക്കുക എന്നല്ലാതെ ആ സമയത്തും നമ്മൾ പേര് RC മാറിയിട്ടുണ്ടാവും, ഇൻഷുറൻസ് എന്ത് ചെയ്യില്ല, നമ്മൾ പേരിന്ന് മാറൂല. ഓടി എടുക്കണവനും ബെൻസ് എടുക്കണവനും ഏത് വാഹനം എടുക്കണവനും ഇൻഷുറൻസ് എല്ലാവർക്കും ഒരേ നിയമമാണ്. ഈ ഫസ്റ്റ് ക്ലാസ് എടുക്കണം, തേർഡ് പാർട്ടി എടുക്കണം, മറ്റൊക്കെ എന്ത് ചെയ്യും, അത് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് പറഞ്ഞെങ്കിൽ വെക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, ഇൻഷുറൻസ് പേരിന്ന് മാറില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ വിഷയം നിർബന്ധമായും ഈ പെരുന്നാളായിട്ടും ഇതിൻ്റെ മുന്നേ വാങ്ങിയവരായിട്ടും അർജൻറ്റായിട്ട് വാങ്ങിയ വാഹനങ്ങളുള്ള ആളുകളായാലും ആരായാലും നമ്മൾ RCയിലെ അതേ പേരാണോ ഇൻഷുറൻസിൽ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നിലവിലൊരു വാഹനം ഞാൻ തരികയാണെങ്കിൽ നിങ്ങളെ ഇൻഷുറൻസ് ആരുടെ പേരിലേക്കാരം, പഴയ ഓണറുടെ പേരിലേക്കാരം. നമ്മളെ പേരിൽ അതിൻ്റെ കോപ്പിയും കൊണ്ട് ഏത് ന്യൂ ഇന്ത്യ ആണോ യുണൈറ്റഡ് ആണോ ആ കമ്പനി ഏതാണോ എവിടെയാണോ ഉള്ളത് ചില ആ കമ്പനിയിൽ ചെന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇൻഷുറൻസ് നമ്മളെ കോപ്പിയും വെച്ച് നമ്മളെ പേരിൽ മാറ്റണം. ചില സ്ഥലങ്ങളിൽ 100 രൂപ, ചില സ്ഥലങ്ങളിൽ 60 രൂപ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് പേരിന്ന് മാറാൻ വേണ്ടി പറ്റും. ഇൻഷുറൻസ് നിർബന്ധമായിട്ടും നമ്മൾ പേരിന്ന് മാറണം എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അറിയാത്ത ആളുകളിനെ നമ്മൾ ബന്ധപ്പെട്ടാൽ അതിന് വേണ്ടി സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരാം. ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പേരിന്ന് മാറാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. RC മാറി OTP എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി നിങ്ങൾക്ക് ആവർത്തിച്ച് പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഇനിയിപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പേരിൽ മാറിയ RC എടുക്കുക, അതിൻ്റെ OTP എടുക്കുക, ആ OTPയിൽ RCൻ്റെ കോപ്പിയും കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പേരിന്ന് മാറണം. 60 രൂപ അല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് നമുക്ക് പേരിന്ന് മാറാൻ പറ്റും. മറ്റത് എവിടെയെങ്കിലും തട്ട് മുട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് വേറെ ആളെ പേരിലും RC വേറെ ആളെ പേരിലാവുമ്പോൾ അത് വലിയ പ്രയാസങ്ങൾക്ക് ഇടയാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കാം. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്.